ബിന്നിയും റെന ഫാത്തിമയും കാലുമാറുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ലാലേട്ടൻ വന്ന സമയത്ത് വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് തന്നെ കളം മാറ്റി ചവിട്ടുമെന്ന് വ്യക്തമാക്കിയവരാണ് ഇവർ രണ്ടുപേരും. ഇപ്പോൾ ഇതാ വീണ്ടും ജിസയിലും ആരിനും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബോധോദയം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണ് നമ്മുടെ അനുമോൾ അവിടെ വന്ന ദിവസം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതായത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കിച്ചണിൽ കയറാം. അനുമോൾ കയറിയാൽ പ്രശ്നമാണ്. ജിസേലിന് എപ്പോൾ വേണമെങ്കിലും സാധനങ്ങൾ എടുക്കാം, ഭക്ഷണം ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കി തിന്നാം, ചായ വേണമെങ്കിൽ ചായ, കോഫി വേണമെങ്കിൽ കോഫി, അത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ആരും ഒന്നും പറയില്ല. ഇനി എല്ലാത്തിനും ഉപരി ഉച്ചയ്ക്ക് ചോറ് മറ്റുള്ളവർ തിന്നു തീർക്കുന്നത് വരെ ഇവിടെയും വിടാതെ കറങ്ങി നടന്നിട്ട് എല്ലാവരും തിന്നു കഴിഞ്ഞതിന് ശേഷം ഇവരെത്തും. എന്നിട്ട് അയ്യോ ചോറ് തീർന്നോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു വരും. ഞങ്ങൾക്ക് തരാതെ അവരൊക്കെ കഴിച്ചു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഇവരെന്ത് ചെയ്യും? ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ മെനക്കെടും. സത്യം പറഞ്ഞാല് അവിടെ ഉള്ളവരെയൊക്കെ തന്നെയും ഫൂളാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി തന്നെയാണിത്. കഴിഞ്ഞ 30-35 ദിവസങ്ങളോളമായി ഇത് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവളുടെ മസാജറായി നടക്കുന്ന നമ്മുടെ റെന ഫാത്തിമയോ അല്ല എന്നുണ്ടെങ്കിൽ അക്ബറിന്റെ വാലാട്ടി നടക്കുന്ന നമ്മുടെ ബിന്നിയോ ഇത്ര കാലമായിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. എന്തായാലും ഇപ്പോഴാണ് 2 പേർക്കും ബോധോദയം ഉണ്ടായത്. ബിന്നിയും റെനയും സംസാരിച്ചു കൊണ്ടിരിക്കവേ പറയുന്നുണ്ട്, ജിസയിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങളെ സൈഡാക്കുന്നു, നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ഇണ്ടാതെന്ന് കേട്ട് പ്രതികരിക്കാതെ അക്ബർക്ക് മോഷ്ടിച്ച് പുള്ളിയുടെ സ്ട്രാറ്റജി ആയിട്ട് നമുക്കൊരു വിലയൊന്നും അവർ തരുന്നില്ല. അവരൊക്കെ തന്നെയും അവരുടേതായിട്ടുള്ള കളികളാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മളത് കേട്ട് വിഡ്ഢികളായി നിൽക്കുകയാണ് എന്ന് 2 പേരും പറയുന്നുണ്ട്. എന്തായാലും വീണ്ടും കളം മാറ്റി ചവിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവരുടെ കാര്യം.